നമുക്കെല്ലാവർക്കും അറിയാവുന്ന കൊടുമുടിയാണ് എവറസ്റ്റ്. എവറസ്റ്റ് കീഴടക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും വളരെ കുറച്ച് പേർ മാത്രമാണ് അതിനൊക്കെ സാധിച്ചിട്ടുള്ളൂ. യാത്രാപ്രേമികളും മലകളെ സ്നേഹിക്കുന്നവരുടെയൊക്കെ ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയാണ് എവറസ്റ്റ്. ഏറ്റവും വലിയ കൊടുമുടി എന്നതിനപ്പുറം എവറസ്റ്റ് ഇപ്പോൾ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓരോ വർഷവും 2 മില്ലി ലിറ്റർ വീതം ഉയരം കൂടുന്നതെന്ന് കണ്ടെത്തുകയാണ് ശാസ്ത്രലോകം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓരോ വർഷവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന എവറസ്റ്റ് കുറെ നാൾ കഴിയുമ്പോൾ എത്രത്തോളം ഉയരം ഉണ്ടാകുമെന്നുള്ളത് ശാസ്ത്രലോകം രസകരമായി നോക്കിക്കാണുകയാണ്. ചൈനയുടെയും നേപ്പാളിന്റെയും അതിർത്തിയിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്ത് കാരണത്താലാണ് എവറസ്റ്റ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നേപ്പാളിന്റെയും ചൈനയുടെയും കാരണത്താലല്ല എവറസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ടിബറ്റിനിൽ നിന്നും നേപ്പാളിലേക്ക് ഒഴുകുന്ന അരുൺ നദിയുടെ സാന്നിധ്യം കൊണ്ടാണ്. അതായത് ടിബറ്റിനിൽ നിന്നും നേപ്പാളിലേക്ക് അരുൺ നദി കൊടുമുടിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പും കൂറ്റൻ പാറകളുടെ നശീകരണവും സംഭവിക്കുന്നതോടെ നദീതട ഭാരം കുറയുകയും കൊടുമുടി അല്പാൽപമായി ഉയർന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെ കുറച്ചുകൂടി വ്യക്തമായി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കപ്പലിൽ നിന്നും ചരക്കുകൾ മാറ്റുമ്പോൾ ഭാരം കുറയുമ്പോൾ കപ്പൽ വെള്ളത്തിൽ നിന്നും കുറച്ചുകൂടി ഉയരുന്ന ഒരു പ്രതിഭാസത്തെ കണ്ടിട്ടില്ലേ? ആ സെയിം പ്രതിഭാസം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഞാനല്ല, ശാസ്ത്രലോകം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ലോകത്തിലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ഹിമാലയ പർവ്വതനിരകളിൽ നേപ്പാൾ ചൈന അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1865 ബ്രിട്ടീഷ് സർവേയറും ആർമി ഓഫീസറുമായ സർ ആൻഡ്രൂ വോ തന്റെ മുൻഗാമിയായിരുന്ന കേണൽ സർ ജോർജ് എവറസ്റ്റിനെ പേരിൽ നിന്നുമാണ് ഈ കൊടുമുടിയുടെ പേരിട്ടത്. നേപ്പാളി ഭാഷയിൽ സഗർമത എന്നും സംസ്കൃതത്തിൽ ദേവഗിരി, ടിബറ്റൻ ഭാഷയിൽ ചോമോലുങ്മ എന്നും പേരുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 8849 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി 1953 മെയ് 29 എഡ്മണ്ട് ഹിലാരി, ടെങ്സിൻ നോർഗ എന്നിവരാണ് ആദ്യമായി കീഴടക്കിയത്. 1961 ഒരു ഉടമ്പടി പ്രകാരമാണ് എവറസ്റ്റ് ചൈനയും നേപ്പാളുമായി പങ്കിടുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ നേച്ചർ ജിയോ സയൻസിലൂടെ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് എവറസ്റ്റിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഉയരം കൂടുന്നവരും വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ തന്നെ അതങ്ങ് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റിൽ എത്താൻ ആളുകളുടെ എണ്ണം വളരെയധികമാണ്. ഇത്തരത്തിൽ നദീതടത്തിന്റെ മണ്ണൊലിപ്പും കൂറ്റൻ പാറകളുടെ നശീകരണം സംഭവിക്കുന്നതോടെ എവറസ്റ്റിന് ഏതെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ എവറസ്റ്റിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന മണ്ണുകളും പാറകളും നശീകരിക്കുന്നതിലൂടെ എന്തൊക്കെ അനർത്ഥങ്ങൾ സംഭവിക്കാം എന്നുള്ളതും ശാസ്ത്രലോകം വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.